രുത് മൈക്കിൽ കൂടെ അത് കേൾക്കാൻ വേണ്ടിയാ. എന്നാൽ നിങ്ങൾക്ക് ഒരവസരം തരിക, മൈക്കില്ലാതെ ഒന്ന് വായിച്ചേ. അപ്പോൾ കിടിലൻ സാക്ഷ്യം. ഉൽപ്പത്തി പുസ്തകം 48:11. ഇസ്രായേൽ യോസേപ്പിനോട് നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതല്ല, എന്നാൽ നിന്റെ സന്തതിയെയും കൂടെ കാണുവാൻ ദൈവം എനിക്ക് സംഗതി വരുത്തി. 48 പ്രാരംഭവാക്യം സാറാ വായിച്ചേ. യാക്കോബിനെ അറിയിച്ചു. ഇനി സഹോദരിമാരാരേലും വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ 48:1 ഉറക്കെ ഒന്നുകൂടെ വായിച്ചേ. അപ്പനെ കാണാൻ ചെന്നു. ഇനി ആർക്കേലും സഹോദരിമാർക്ക് ഒരു വാക്യം വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ 48:11 ഒന്നുകൂടെ വായിച്ചേ. ആരുമില്ല. മാനം ധനവും ജ്ഞാനവും സ്വീകരിക്കുവാൻ, മാനം ധനവും ജ്ഞാനവും സ്വീകരിക്കുവാൻ, വാനം ഭൂമിയതൊക്കെയും യോജനാഭവാൻ, വാനം ഭൂമിയതൊക്കെയും യോജനാഭവാൻ. ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ, ഈ ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ, ഈ ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ, ഈ ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ. നീ കൃപ കാട്ടി നായക ജീവദായക, കൃപകാട്ടി നായക ജീവദായക, മരുവേല വന്ദനം മണ്ണിലേഖന, മനുജാതിക്കായി വന്ദനം ഉന്നതാധിപ, മരുവേല വന്ദനം മണ്ണിലേഖന, മനുജാതിക്കായി വന്ദനം ഉന്നതാധിപ. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഉൽപ്പത്തി പുസ്തകം 48:11 അപ്പനാകുന്ന യാക്കോബ് തന്റെ മകനാകുന്ന യോസേപ്പിനോട് പറയുന്ന, എൻ്റെ ശൈലി പറഞ്ഞ സാക്ഷ്യമാണ്. 48 പ്രാരംഭത്തിൽ അപ്പൻ്റെ മകനോട് സംഭാഷിക്കുക. ഇന്നാളും സൂചിപ്പിച്ചത് ആ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് അറിവുള്ള ഭാഗമാണ്. ആ 48 പ്രാരംഭ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. അനന്തരം യോസേപ്പിന്
നിന്റെ അപ്പൻ ദീനമായി കിടക്കുന്നുവെന്ന്. ഉടനെ അവൻ മനശ്ശെ എഫ്രയീം എന്ന 2 പുത്രന്മാരെയും കൂട്ടിക്കൊണ്ട് അപ്പനെ കാണാൻ ചെന്നപ്പോൾ വെറുതെ ചെന്നില്ല. കൈ 2 പിള്ളേരുണ്ടായിരുന്നു. സ്വർഗീയ പിതാവിൻ്റെ അടുക്കെ വെറുതെ ചെല്ലരുത്, കയ്യിൽ എന്തേലും വേണം. കർത്താവിന് കാശും മത്തും ഒന്നും വേണ്ട. കർത്താവിന് നിന്നെ മതി, നിന്റെ ഹൃദയം മതി. അവിടുന്ന് ഹൃദയത്തിന്റെ വാതിക്കൽ നിന്ന് മുട്ടുന്ന നിന്നെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ദ ലോർഡ്. അപ്പൊ ഈ പിതാവിന്റെ അടുക്കൽ വെറും കൈയായിട്ട് ചെന്നില്ല. നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്, ദൈവാലയത്തിൽ ചെല്ലുമ്പോൾ വെറും കൈയായിട്ട് ചെല്ലരുത്. ഞാനിങ്ങനെ പറയാം, ഇവിടെ ഇതാ ദൈവാലയത്തെക്കാളും വലിയ, മോശയിലും വലിയവൻ, ശലോമോനിലും വലിയവൻ, യോനയേക്കാൾ വലിയവൻ, സ്വർഗത്തേക്കാൾ വലിയവൻ. അവിടുത്തെ അടുക്കൽ വരുമ്പോൾ വെറും കൈയായിട്ട് വരരുത്, ചെല്ലരുത്. ഞാനും ഷിബു പാസ്റ്ററും ഒക്കെ പാടുന്നതിനെ പറ്റി ഒരു തള്ള പറഞ്ഞത്, പാടുകയല്ല കാറുകാന്ന, നിങ്ങൾ രണ്ടും കൂടെ കടന്ന് ഈ കാറ് ചെയ്യല്ല. അപ്പം അമ്മ പറഞ്ഞതാ ശരി, ഞങ്ങൾ കാറി തൊണ്ടയല്ല പോറിയിരിക്കുക. അപ്പം അതുകൊണ്ട് എടുത്ത് പാടാൻ മേല, അറിയാവുന്നവരൊന്നും കൂടെ പാടണം. ഞങ്ങൾ കാറുക, നിങ്ങൾ അമ്മ എങ്ങാനും ലൈവിലുണ്ട്, അമ്മയും കൂടെ പാടമേ, ഞങ്ങൾ കാറുക. അപ്പൊ പഴയ പാട്ടാ, വെറും കൈയായിട്ട് ചെല്ലരുത്. കോവൂരെ കുഞ്ഞോളച്ചമ്മ പാടി ആദ്യം ഞാൻ കേൾക്കുന്നത്, നല്ല ഹൈപ്പിച്ച് പാടും, കേട്ടിട്ടുള്ളവർക്കറിയാം. എനിക്ക് പാടാൻ വയ്യെങ്കിലും അറിയാവുന്നൊരു CSI ഇന്ന് മാർത്തോമായി നമുക്ക് രക്ഷിക്കപ്പെട്ട് വന്നവരൊന്ന് കൈപൊക്കിക്കേ. ആരുമില്ലയോ? അതിനത് അത്ര കൊള്ളുകയില്ലാത്ത ഒരു വരവാന്ന് തോന്നല്ലോ. കൈ അങ്ങോട്ട് പൊക്കൊന്ന് കാണട്ടെ നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ആ പാട്ടറിയാം. അപ്പൊ പാടുന്ന പാട്ടാ, ദൈവാലയത്തിൽ വെറും കൈയായിട്ട് ചെല്ലരുത്, ദൈവാലയത്തെക്കാൾ വലിയവൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ പഴയ പാട്ട, വെറും കൈയായി ഞാൻ ചെല്ലുമോ രക്ഷകൻ മുൻപിൽ നിൽപ്പാൻ, ഒരു ദേവി പോലും ഇല്ല, എങ്ങനെ വണങ്ങും ഞാൻ. വേറെ കൈയായി ഞാൻ ചെല്ലുമോ രക്ഷകൻ മുൻപിൽ നിൽപ്പാൻ, ഒരു ദേവി പോലും ഇല്ല, എങ്ങനെ വണങ്ങും ഞാൻ. വെറും കൈയായി ഞാൻ ചെല്ലുമോ രക്ഷകൻ മുൻപിൽ നിൽപ്പാൻ, ഒരു ദേവി പോലും ഇല്ല, എങ്ങനെ വണങ്ങും ഞാൻ. വെറും കൈയായി ഞാൻ ചെല്ലുമോ രക്ഷകൻ മുൻപിൽ നിൽപ്പാൻ, ഒരു ദേവി പോലും ഇല്ല, എങ്ങനെ വണങ്ങും ഞാൻ. രക്ഷകൻ വീണ്ടെടുത്താത മൃത്യുവേ ഭയമില്ല. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അല്ലേ, പാസ്റ്റർ പറയും പോലെ വചനം അദ്ദേഹം അങ്ങ് പ്രസംഗിച്ചു പോകുന്നത് പോലെ ഞാൻ ഇത് ഇഷ്ടമായതുകൊണ്ട് പാടിയും പോകും. അപ്പോൾ അതുകൊണ്ട് സമയത്തെ ഭയപ്പെടുന്നു.
ദൈവത്തിന് മഹത്വം. അപ്പന്റെ അടുക്കൽ യോസേപ്പ് ചെന്നപ്പോൾ വെറും കൈയായിട്ട് ചെന്നില്ല. അപ്പന് ദീനമാന്നാ കേട്ടെ. അപ്പൊ അപ്പൻ്റെ അടുക്കലോട്ട് 2 പിള്ളേരുമായിട്ടാ പോയത്. ഈ പ്രായമുള്ളവരെ, ദീനമുള്ളവരെ കാണാൻ ചെല്ലുമ്പം ഞാൻ എപ്പോഴും പറയുന്ന, കുറഞ്ഞ പക്ഷെ അവർക്ക് ഇഷ്ടമുള്ള എന്തേലും. പിന്നെ ചിലരെ അപ്പന് ദീനമാന്ന് പറഞ്ഞാൽ പോകുകയല്ല. കാരണം അവിടെ ഇരുന്നുകൊണ്ട് വചനം അയക്കും. 5 പൈസ മുടക്കില്ലല്ലോ. 103ൻ്റെ 1ഉം 2ഉം. അപ്പൻ എവിടെ കിടക്കുന്നത്? അപ്പൻ ദീനമായിട്ട് കോട്ടയത്ത് കൊട്ടാരക്കര അയച്ചാൽ പോരെ. 1 രൂപ പോലും 103ൻ്റെ 1 അതങ്ങ് അയച്ചു. അങ്ങനെ ഇരുന്നപ്പം പിന്നെ യെശയ്യാ പറഞ്ഞ 53ൻ്റെ 2 വാക്യം. നമ്മുടെ ഇഷ്ടം പോലെ വാക്യമുണ്ട്. മഴ ആയതുകൊണ്ട് ഇച്ചിരി നേരം കൂടി ഇരിക്കുക, എല്ലാം നന്മയ്ക്കാം. മഴയത്താരിപ്പോൾ ഓടുകയല്ലോ, വലിയ ചൂടുമില്ല, എല്ലാം ദൈവം അത് ഒരുക്കി തരിക. അല്ലെ നിങ്ങൾ പറയും ഭയങ്കര ചൂടായിരുന്നു, എല്ലാം ദൈവം ക്രമീകരിച്ച് തരുന്നെന്നുള്ളതാണ്. അപ്പൊ ശ്രദ്ധിച്ചേ, അപ്പൻ്റെ അടുക്കൽ ദീനമാണെന്ന് കേട്ടപ്പോൾ കാണാൻ ചെന്ന്. മാതാപിതാക്കൾ വയ്യാതെയും പ്രായമുള്ളവരും ദീനക്കാരും ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ അവരെ ചെന്ന് കാണണം, അടുത്തിരിക്കണം, സംസാരിക്കണം, അവരുടെ കാര്യമെല്ലാം പറയണം. ചിലരെ അപ്പനും അമ്മയും മരിച്ചെന്ന് കേട്ടാൽ ചിലരെ ടിക്കറ്റിന് ബാർഗെയിൻ ചെയ്യുന്നവരുണ്ട്. എന്നാളൊരു വിഡ്ഢിയോട് ഞാൻ പറഞ്ഞു, എൻ്റെ വിഡ്ഢി എന്നല്ല ഞാൻ വിളിച്ചത്, പിന്നെ ഇപ്പം ലൈവ് ആയതുകൊണ്ടങ്ങ് പറയുക. അപ്പന് ദീനമാ, ടിക്കറ്റിന് ബാർഗെയിൻ ചെയ്യാം. ഞാൻ പറഞ്ഞു, എടാ അങ്ങേരുണ്ടാക്കിയ ഏക്കർ കണക്കിന് വസ്തുവിൽ 1 സെന്റ് സ്ഥലം കൊടുത്താൽ മതി, നിനക്ക് 10 ടിക്കറ്റ് കിട്ടും. അയാൾ ചാകുന്നതിന് മുന്നേ വന്ന് കണ്ടേച്ച് പോകാൻ പറഞ്ഞു. അവൻ ടിക്കറ്റിന് അവിടെ ബാർഗൻ ചെയ്യുക. അങ്ങനെ ഇഷ്ടം പോലെ ഏക്കർ കണക്കിന് വസ്തു, വലിയ ബിൽഡിങ്. പുള്ളിക്കത് വരണം. അയാൾ സഭയ്ക്ക് കൊടുക്കാതാ സ്വോത്രകാഴ്ച ഇടുന്നത് 10 രൂപ. അത് ഞെരടി അതിൻ്റെ അച്ഛൻ നമ്പരും അല്ല. പുള്ളിക്കും ഇത് വരണം. കുറുകുറാന്ന് വലിച്ച് ശ്വാസം മുട്ടിക്കിടക്കുക. അന്നേരം അപ്പനെ കാണാനായിട്ട് മോൻ അവിടെ നിന്ന് ട്രാവൽ ഏജൻസി ആയിട്ട് മാറുകയും ചെയ്യുന്നു. എന്നെ വിളിച്ച് പറഞ്ഞ് മാസം ഒന്ന് പോകണമെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ പോകാം, പക്ഷെ നീ ഒരു കാര്യം ചിന്തിക്കണം. അങ്ങേരുണ്ടാക്കി ഇട്ടിരിക്കുന്ന വസ്തുവിൽ ഒരു റോഡ് സൈഡാ, മെയിൻ റോഡാ, ഒറ്റ സെന്റ് വിറ്റാൽ മതി, അവന് 10 ടിക്കറ്റ് എടുക്കാം. പിന്നെന്തോ അപ്പനാ, പിന്നെന്തോ മോനാ. പിന്നെ വാക്യം വായിക്കുകയാണെങ്കിൽ കാശ് മുടക്കൊന്നും. സ്തോത്രം. 103ൻ്റെ 3, 1ഉം 2ഉം 3ഉം. അതേസമയം നേരെ അപ്പൻ്റെ അടുക്ക ചെന്ന് 1/2 കിലോ മുന്തിരിങ്ങ എങ്കിലും, കുറഞ്ഞ പക്ഷേ അതിന് 100 രൂപയെങ്കിലും. 103ൻ്റെ 3 അയച്ചാൽ 1 രൂപ ചിലവുണ്ടോ? ദൈവത്തിന് മഹത്വം. അതാ ഞാൻ വിവരിക്കുന്നില്ല. അപ്പനെ കാണാൻ യോസേപ്പ് ചെന്നു. ഈ അപ്പനും മോനൂടെ കണ്ടപ്പം, ഏറെ നാളുകൾക്ക് ശേഷം അപ്പനും മോനും കണ്ടപ്പം അപ്പൻ മോനോട് പറയുന്ന പദമാ അടുത്ത വാക്യം. ഒന്ന് വായിച്ചേര്. നിന്റെ മകൻ യോസേപ്പ് ഇതാ വരുന്നുവെന്ന്. അപ്പൊ അപ്പനോട് പറഞ്ഞ, അപ്പച്ച യോസേപ്പ് വരുന്നെന്ന്. എൻ്റെ ഭാഷ പറഞ്ഞ യോസേപ്പും പിള്ളേരും വരുന്നെന്ന്. അതാ കുറച്ചുകൂടെ നല്ലത്. നിന്റെ മകൻ യോസേപ്പ് ഇതാ വരുന്നുവെന്ന് പറഞ്ഞപ്പോ അപ്പച്ചൻ തിരിഞ്ഞു കിടന്നെന്നാന്നോ? ഇന്നത്തെ അപ്പന്മാരാന്നുകൊണ്ട് തിരിഞ്ഞു കിടക്കും. എനിക്ക് അവനെ കൊച്ചുങ്ങളെയൊന്നും കഞ്ഞിവെള്ളം തരാത്തവൻ, അവനെ കണ്ടിട്ടും വലിയ കാര്യമൊന്നും. എന്നാൽ ഈ അപ്പൻ അങ്ങനല്ല. നിന്റെ മകൻ യോസേപ്പ് ഇതാ വരുന്നെന്ന് കേട്ടപ്പോൾ അപ്പോൾ ഇസ്രായേൽ തന്നെത്താൻ ഉറപ്പിച്ച് കട്ടില് എന്ന് പറഞ്ഞാൽ പരസകായം കൂടാതെ ചാടി എഴുന്നേറ്റിരുന്നു. ഞാൻ എപ്പോഴും പറയും, ഇതിനകത്തൊരു ആത്മീക പാഠം പറയാം. നമ്മളോടുള്ള ബന്ധത്തിൽ യോസേപ്പും പിള്ളേരും വരുന്നെന്ന് കേട്ടപ്പോൾ അപ്പന്റെ ക്ഷീണമെല്ലാം മാറി, സകല കെടുതികളും മാറി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നല്ല യോസേപ്പ് ആകുന്ന യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവിനെ പറ്റി കേൾക്കുമ്പം നിന്റെ ക്ഷീണമെല്ലാം മാറണം, നിന്റെ തളർച്ചകളെല്ലാം മാറണം, നിന്റെ കെടുമതികളെല്ലാം മാറണം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. യേശു വരാറായി, തിരുസഭയെ ചേർക്കാറായി, കാഹളം ധരിക്കാറായി. പ്രൈസ് ദി ലോർഡ്. യോസേപ്പും പിള്ളേരും വരുന്നത് ചാടി അങ്ങ് എഴുന്നേറ്റു. എന്നിട്ട് അപ്പൻ മോനോട് പറയും, അപ്പനും മോനോട് സംഭാഷിക്കുക. യോസേപ്പ് ക്വാർട്ടേഴ്സിൽ ഔദ്യോഗിക ചുമതലയുള്ളതുകൊണ്ട് എപ്പോഴും കൂടാനും കാണാനും സംസാരിക്കാനും ഒന്നും ഒക്കുന്നില്ല. അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ സന്ദർഭം ഉണ്ടായത്. അപ്പോൾ അപ്പൻ മോനോട് പറയാം, ഈ മോനെ കണ്ട ഉടനെ ദൈവത്തെ പറ്റിയാ പറഞ്ഞത്. സർവശക്തിയുള്ള
ആ അപ്പനും മക്കളും കൂടെ കാണുമ്പോൾ ദൈവത്തെ പറ്റി പറയണം എന്ന് പറഞ്ഞാൽ അപ്പൻ മക്കൾക്ക് ദൈവത്തെ പറ്റി പറഞ്ഞു കൊടുക്കണം. എടാ, യേശു കൊണ്ട് യേശുവാണ് നിന്നെ രക്ഷിക്കുന്നത്. യേശുവിനെ ഇട്ടേച്ച് നീ എങ്ങും പോകരുത്. നീ കർത്താവിനെ സേവിച്ചോണം, നീ പ്രാർത്ഥിക്കണം, ആരാധിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം, വിശ്വാസത്തിൽ നിൽക്കണം, നീ പ്രമേണത്തിൽ നിൽക്കണം. ദൈവത്തെ പറ്റി പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം. അമ്മമാരും അങ്ങനെ തന്നെ പിള്ളേരോട് ദൈവത്തെ പറ്റി അപ്പനും പറഞ്ഞു കൊടുക്കണം. ചോദിക്കണം, പ്രാർത്ഥിച്ചോടാ, ആരാധിച്ചോടാ, വേദപുസ്തകം വായിച്ചോടാ, ഈ ആഴ്ച പറയുന്ന വാക്യം ഏതാ, അതൊക്കെ ചോദിക്കണ്ടേ? അമ്മമാരും അങ്ങനെ പിള്ളേരോട് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ നിൻ്റെ വല്യമ്മച്ചിയെ വീട്ടിൽ കയറ്റരുത്, എനിക്ക് ആ തള്ളയോട് ഇഷ്ടമല്ല, അവർ നീ വല്യമ്മച്ചിയോട് മിണ്ടുന്നതെങ്ങാനും ഞാൻ കണ്ട. കൊച്ചൻ അവസാനം വാടമൂട്ടി ചെന്ന അമ്മച്ചിയെ ഷൂളവടി വെച്ചിരിക്കുന്നത്. കൊച്ചുങ്ങൾക്ക് ഈ കുരുക്കൊന്നും ഒപ്പിച്ചു കൊടുക്കരുത്. കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെ പറ്റി പറഞ്ഞു കൊടുക്കണം. എൻ്റെ മക്കളെ, നിങ്ങൾ പഠിക്കാൻ പോയാൽ ട്രിച്ചിയിലാണെങ്കിലും കോയമ്പത്തൂരാണെങ്കിലും ബാംഗ്ലൂരാണെങ്കിലും കാനഡയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും എവിടെ പോയാലും ദൈവത്തെ വിട്ട് നടക്കരുത്. നീ ദൈവത്തെ ഭജിക്കണം, ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. അപ്പൻ മകനോട് ഞാൻ ദൈവം അനുവദിച്ച പിന്നീട് ഒരു അവസരം നമ്മൾ ആ ഭാഗം വരുന്നുണ്ടല്ലോ. പക്ഷേ അപ്പന് മോനോട് സാക്ഷ്യം പറയുക. അപ്പൻ മോനോട് പറയുക, എൻ്റെ മകനെ യോസേപ്പ് 11-ാം വാക്യം, നിൻ്റെ മുഖം കാണുമെന്ന് പോലും ഞാൻ പക്ഷെ എൻ്റെ ദൈവം അത്ര വിശ്വസ്തൻ. നിന്നെ മാത്രമാണോ, നിന്റെ സന്തതിയും കൂടെ കാണുവാൻ എൻ്റെ ദൈവം ഭാഗ്യം നൽകി. ദൈവം നിനക്ക് നന്മ തന്നിരിക്കുക, ദൈവം നിനക്ക് ആയുസ് നൽകി, ദൈവം നിനക്ക് ആരോഗ്യം നൽകി, ദൈവം തലമുറയെ തന്നു, മക്കളെ തന്നു, കൊച്ചുമക്കളെ തന്നു, നന്മ തന്നു, ബലം നൽകി. ഓർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം പറ. കല്യാണം നടക്കുമെന്ന് ഓർത്തതല്ല. യാക്കോബ് ചേട്ടൻ കൊല്ലാൻ വന്നപ്പോൾ ഓടിയതാ, ഓർത്തതല്ല. കല്യാണം നടന്നപ്പോൾ നല്ല കല്യാണം, നല്ല രീതിയിലാണ്. ഒന്നിനെ കിട്ടുമെന്ന് പോലും ചിന്തിച്ചതല്ല. കിട്ടിയപ്പം 2-4 പിന്നെ അവിടെ പോയി. സ്തോത്രം. റാഗേലും ലേയായും ബിൽഗയും ദാസിമാരാണെങ്കിലും 4 ആണല്ലോ. സ്തോത്രം. കൊച്ചുങ്ങളെ കിട്ടിയപ്പോൾ ഇഷ്ടം പോലെ കൊച്ചുങ്ങൾ, നല്ല കലാപുല, അല്ല മാഗോ വന്നിരിക്കുന്ന കൊച്ചുങ്ങളൊന്നുമല്ല. രൂപേനും ശിമയോനും ഗാദും നഫ്താലി ആശേറും ഒന്നിനൊന്നുക്ക് മെച്ചം. ഒന്നുക്കൊന്നുക്ക് മെച്ചം. ഒരു വടിയായിട്ട് അങ്ങോട്ട് പോയത്. ഇങ്ങോട്ട് വന്നപ്പോൾ മടി മാത്രമാണ്, വടിയും കൊടയും വെടിയും നടയും. 2 കൂട്ടമായിട്ട് എമ്പടി സാധനം ആടിച്ചക്കര കയറ്റുക. ദൈവത്തിന് മഹത്വം. നിനക്കൊരു നല്ല ബ്രഷ് പോലും പണ്ടില്ലായിരുന്നു. കോഞ്ഞാട്ട ഇട്ടാ നീ തേച്ചത്, പല്ല് എല്ലാം മറന്നു പോയി. കോഞ്ഞാട്ട, അയ്യോ തെങ്ങിൻ്റെ നിങ്ങളെല്ലാം കോഞ്ഞാട്ട കണ്ടിട്ടില്ല. സ്തോത്രം. നീ കൊച്ചുനാളി 501 ബാർ സോപ്പ് ഇട്ടല്ലേ കുളിച്ചത്. ഇപ്പോഴോ ഇപ്പൊ ഫിയേഴ്സ് മൂട്ടി, പിന്നെ ഡിവായോ എന്നാ എന്തുവാന്നോ. സ്തോത്രം. ദൈവത്തിന് മഹത്വം. പഴയതൊന്നും മറക്കരുത്. ഞാൻ വിവരിക്കുന്നില്ല, അടുത്ത ആഴ്ചയോ പിന്നീട് നമുക്ക് ചിന്തിക്കാം. യാക്കോബ് പറഞ്ഞ സാക്ഷ്യം നമുക്കും പറയാനുണ്ട്. ജൂബി ദാനിയേൽ അവർ പറഞ്ഞല്ലോ, ദൈവം കർത്താവ് കരുണ ചെയ്തോണ്ട്, ഇല്ലെങ്കിൽ ഡെഡ് ബോഡി ആകേണ്ടതാ. ദൈവം സൂക്ഷിച്ചു. രായിച്ചാൻ്റെ സഹോദരനും വീണു, ദൈവം സൂക്ഷിച്ചു. നിങ്ങളെയെല്ലാം ദൈവം സൂക്ഷിച്ചു. കാലിന് വീഴ്ചയ്ക്കുന്ന, പ്രാണന മരണത്തിൽ നിന്ന്, കണ്ണിനെ കണ്ണിനിരുന്ന് ഇനിയും സൂക്ഷിക്കാൻ ദൈവം വിശ്വസ്തനാ. ഹല്ലേലൂയ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ആ പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ പാടി ഇന്നത്തെ സഭയെ നമുക്ക് പ്രാർത്ഥിച്ചങ്ങ് ആശീർവാദം പറയുക. എത്രയോ അതിക്രമം ചെയ്ത ദോഷി ഞാൻ, എനിക്ക് രക്ഷ ലഭിക്കുമെന്ന് നിനച്ചതല്ല ഞാൻ. എത്രയോ അതിക്രമം ചെയ്ത ദോഷി ഞാൻ, എനിക്ക് രക്ഷ ലഭിക്കുമെന്ന് കൈയടിച്ച് കനിവു തോന്നാ തിരഞ്ഞുകൊള്ളുവാൻ അവൻ കനിവു അരുമസൂതനായി അണച്ചുകൊള്ളുവ കരളിഞ്ഞിതോ അൻപിതോ യേശു നായക നന്ദിതോ ഏടക്കായി ജീവനേ അമേ നന്ദിതോ. കൈയടിച്ചേ. വീണ്ടും കൊൽവാത്ത
തരുണങ്ങൾ പലതു വന്നതും മരണദൂതനറിയുവ എന്നരികിൽ നിന്നതും മരണത്തിൽ തരുണങ്ങൾ പലതു വന്നതും മരണദൂതനറിയുവാൻ എന്നരികിൽ നിന്നതും ഓ ഇരുളിലായ ദുരിതമോടെ ഇരുളിലായ ദുരിതമോടെ ഓ കരയുന്നതും കണ്ടു വീണ്ട തരുമനാഥനെ അവനാന്തിതോ യേശുനായകനെ നന്ദിതോ അവൻ ജീവനെ അവനാന്തിതോ ഓ യേശുനായക നന്ദിതോ അവനെ ജീവനെ മരണത്തിൽ തരുണങ്ങൾ പലതു വന്നതും മരണദൂതനറിയുവാൻ അരികിൽ നിന്നതും ഓ മരണത്തിൽ തരുണങ്ങൾ പലതു വന്നതും ഓ ഇരുളിലായ ദുരിതമോടെ ഇരുളിലായ ദുരിതമോടെ ഓ കരയുന്നതും കണ്ടു വീണ്ട തരുമനാഥനെ അവനാന്തിതോ ജീവനേ അവനാന്തിതോ ഓ യേശുനായക ഓ ഏഴക്കാരി ജീവനേ അവനാന്തിതോ യേശുനായക നന്ദിതോ ഏഴക്കാരി ജീവനേ അവനാന്തിതോ ദൈവത്തിന് സ്തോത്രം. മഹാപരിശുദ്ധനും നിത്യനീതിമാനുമായിരിക്കും ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട കർത്തൃമകൾ കാഴ്ചയായി ഞങ്ങൾ നന്ദിയോടെ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്ന കർത്താവേ, അടികളുടെ ഉപവാസ പ്രാർത്ഥനയോടെ ദൈവമേ സ്തോത്രം അവസാനത്തോട് കർത്താവേ, വിശുദ്ധ സഭായോഗമായി ദൈവമേ ഞങ്ങൾക്ക് അവസാനിപ്പാൻ തന്ന ഭാഗ്യത്തിനായി ഞങ്ങൾ നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഉപവസിച്ച് പ്രാർത്ഥിച്ച പ്രിയപ്പെട്ടവരുടെ പേര് അവിടുന്ന് പകർന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞങ്ങളെ കൽപ്പിച്ച ദൈവിക ആലോചന മുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ. ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല, യുദ്ധം യഹോവയ്ക്കുള്ളതാകുന്നു എന്ന് ഇന്ന് പകൽക്കാലം കൽപ്പിച്ചല്ലോ. ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ. അവിടുത്തെ ദാസന്മാരെ ഇന്ന് പകൽക്കാലം ശക്തമായി ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, സാക്ഷ്യങ്ങൾ പ്രസ്താവിപ്പാൻ